മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതുവരെയായുള്ള എംഎൽഎമാരുടെ പ്രകടനം എങ്ങനെയൊക്കെയെന്ന് ജനങ്ങളിലെത്തിക്കാൻ പ്രജാ ഫൗണ്ടേഷൻ എന്ന സംഘടന പ്രോഗ്രസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. സെഷനിലെ എംഎൽഎമാരുടെ സാന്നിധ്യം, ഉന്നയിച്ച പ്രശ്നങ്ങൾ, ചോദിച്ച ചോദ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിലയിരുത്തലിൽ മഹാവികാസ് അഘാഡിയുടെ എംഎൽഎമാർ ഒന്നാമതാണ്. ദക്ഷിണ മുംബൈയിലെ കോൺഗ്രസ് എംഎൽഎ ആയ അമീൻ പട്ടേലാണ് തുടർച്ചയായ 3-ാം വർഷവും 1-ാം സ്ഥാനത്തുള്ളത്. പാർട്ടികളുടെ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ പ്രകടനമാണ് മികച്ചതെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 14-ാം നിയമസഭാ സമ്മേളനത്തിൽ എംഎൽഎമാരുടെ പ്രകടനം മോശമായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബജറ്റ് സെഷൻ 2023 മുതൽ ബജറ്റ് സെഷൻ 2024 വരെയുള്ള വർഷങ്ങളിലെ എംഎൽഎമാരുടെ പ്രകടനമാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. സ്പീക്കറെ ഒഴിവാക്കിയാണ് ഈ പ്രോഗ്രസ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എൻസിപിയുടെ നവാബ് മാലിക് ജയിലിലായതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കും 0 മാർക്ക് നൽകിയിട്ടുമുണ്ട്. 2019 മുതൽ 24 വരെയുള്ള കാലയളവിൽ 14-ാം നിയമസഭയുടെ പ്രവർത്തനം 119 ദിവസം നീണ്ടുന്നു. 12-ാം നിയമസഭയുടെ പ്രവർത്തനം 210 ദിവസമായിരുന്നു. സൗത്ത് മുംബൈയിൽ നിന്നുള്ള 3 എംഎൽഎമാർ, കോൺഗ്രസ് എംഎൽഎ അമീൻ പട്ടേൽ, ശിവസേന താക്കറെ വിഭാഗം എംഎൽഎ സുനിൽ പ്രഭു, കോൺഗ്രസിന്റെ തന്നെ വർഷ ഗേഗ്വാദ് എന്നിവർക്കാണ് ഈ വർഷത്തെ മികച്ച പ്രകടനത്തിൽ മാർക്ക് ലഭിച്ചത്. ഈ 3 എംഎൽഎമാരും പൗരന്മാരുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചതെന്നും ഏറ്റവും ഉയർന്ന ഹാജർ ഉണ്ടായിരുന്നെന്നും പ്രോഗ്രസ് ബുക്കിൽ പറയുന്നുമുണ്ട്. എംഎൽഎമാരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനവും വിലയിരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഏറ്റവും ഉയർന്ന, അതായത് 72% മാർക്ക് നേടി കോൺഗ്രസ് ആണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്തുള്ള BJPക്ക് 60% മാർക്കാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റിപ്പോർട്ട് വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജനങ്ങൾ BJPയെ കൈവിട്ടു എന്നതിന്റെ ഉത്തരമാണ് പ്രോഗ്രസിലുള്ളത്. നിയമസഭയിൽ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന 5 വർഷം ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രകടനം പോരാ എന്നുള്ള വിധിയെഴുത്ത് ജനങ്ങൾ എഴുതും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2024 അവസാനത്തോടെ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമെന്നതിൽ തർക്കമില്ല.